ഒരു ചെറിയ കാര്യമൊന്നും മയ്യത്ത് കുളിപ്പിക്കാന്ന് പറയുന്നത് ചെറിയ സംഗതി ഒന്നല്ലല്ലോ. മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ഇന്നെല്ലാ നാട്ടിലും ഓരോ ആൾക്കാരുണ്ടാവും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. 50 കൊല്ലായി മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ചിലരൊക്കെ. പക്ഷെ യഥാർത്ഥ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അയാൾക്കറിയില്ല. എപ്പോഴാ മയ്യത്തിന്റെ ഉദു എടുപ്പിക്കേണ്ടത് അതൊന്നും അറിയില്ല. മയ്യത്തുമായി ബന്ധപ്പെട്ട മയ്യത്ത് കുളിപ്പിക്കേണ്ട യഥാർത്ഥ രൂപം അതൊന്നും അറിയില്ല. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ വിശ്വസ്തനായിരിക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ആ മയ്യത്തിനെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അതാറ് കുളിപ്പിച്ചാലും മതി. പുരുഷൻ ഒറ്റ മുറുമോശോ ഇല്ല. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്നത് മയ്യത്തിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശുദ്ധിപ്പിക്കുന്നത് മയ്യത്തിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശുദ്ധിയാക്കൽ അത് ആര് കുളിപ്പിച്ചാലും ഉണ്ടാകുന്നതാണ്. മുസ്ലിമിനെ കൊണ്ട് കുളിപ്പിക്കണമെന്നല്ല, കുളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ കുളിപ്പിച്ചാലും ആ കുളി സ്വഹിയാകും എന്നാ പറഞ്ഞത്. എന്തിനാ മയ്യത്തിന്റെ പള്ളിയിൽ കണം വെക്കണമെന്ന് പറഞ്ഞത്? മയ്യത്തിന്റെ പള്ളിയിൽ കണമുള്ള വസ്തു എന്തെങ്കിലും വെക്കണമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി എന്നറിയുമോ? മയ്യത്തിന്റെ വയറിന്റെ അകത്ത് ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ വിയർക്കാൻ തുടങ്ങും. അതിങ്ങനെ വീർത്ത് വയറവസാനം ബലൂണ് പോലെ പൊട്ടിപ്പോകും. അവരുടെ അകത്ത് വെച്ച മയ്യത്തിന്റെ പള്ള പൊട്ടാറുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ആ വയറ് പൊന്താതിരിക്കാൻ വേണ്ടി കണമുള്ള വസ്തു വയറിന്റെ മുകളിൽ വെച്ചു കൊടുക്കണം. എന്നാൽ ഒരല്പം അരി മാത്രം വെച്ചു കൊടുത്തത് കൊണ്ട് പൊന്തുന്ന വയറിനെ നിർത്താൻ കഴിയുമോ? എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണാം, ഒരു മയ്യത്ത് മരണപ്പെട്ടതിന്റെ ശേഷം, ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന്റെ ശേഷം ആ മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്തിന്റെ വയറിന്റെ മുകളിൽ വെക്കുന്ന കനമുള്ള വസ്തു അതൊരു ഇരുമ്പാണെങ്കിലും അങ്ങനെയുള്ളത് വെക്കാം. അതല്ല ഗ്ലാസ് പോലത്തെ കുപ്പിയുടെ സാധനമാണെങ്കിലും വെക്കാം. പരിശുദ്ധ ഖുർആൻ പോലത്തത് വെക്കാൻ പാടില്ല. ഗ്രന്ഥങ്ങളെ വെക്കാൻ പാടില്ല. അത് ഗ്രന്ഥങ്ങളോടും ഖുർആനിനോടുള്ള അദബ് കേടായി പോകും. അതല്ലാതെ ഇരുമ്പോ വലിയ വാളോ അതല്ല ഏതെങ്കിലും ഒരു കമ്പി പോലോത്തതോ വെക്കുന്നതിൽ മോശമില്ല. എത്ര കണമുള്ള സാധനം വരേക്കും വെക്കാൻ കഴിയുമെന്നറിയുമോ? ഹയാത്തിലുള്ള ഒരു മനുഷ്യന്റെ വയറിന്റെ മുകളിൽ വെച്ചാൽ, ഹയാത്തിലുള്ള മനുഷ്യന്റെ പള്ളയുടെ മുകളിൽ വെച്ചാൽ എത്ര കണം വരേക്കും അവന് താങ്ങാൻ കഴിയുമോ? അത്ര കനമുള്ള വസ്തു മയ്യത്തിന്റെ വയറിന്റെ മുകളിലും വെച്ചു കൊടുക്കാവുന്നതാണ്. അത് വലിയ വയറ്, ഒരു 5 രൂപന്റെ കോയിന് മാത്രം വെച്ചു കൊടുത്തത് പറ്റൂല, അത് മതിയാവൂല. അതിനെങ്ങനെ നിർത്തുവോ? ഇതിങ്ങനെ പൊന്താ തുടങ്ങിയാൽ അതിനെ നിർത്തുവോ? ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഒരു 60 ഗ്രാം എങ്കിലും വേണമെന്നാണ്. അത് മിനിമം പറഞ്ഞത്. അത്രേ അതിലെ ചുരുക്കണമെന്നല്ല പറഞ്ഞത്. ഒരു 1/2 കിലോ 1/4 കിലോ വെക്കുന്നുണ്ടെങ്കിൽ മോശമൊന്നുമില്ല. കുറച്ച് നല്ല വെയിറ്റ് ഉള്ള സാധനം. അത് പലരും ശ്രദ്ധിക്കാറില്ല. മയ്യത്തിന്റെ പള്ളിയിലുണ്ടാവും സുബ്ഹാനല്ലാഹ് ഒരു 5 രൂപന്റെ അല്ല 10 രൂപയുടെ ഒരു കോയിൻ. ഇവിടെ എങ്ങനെ വെക്കൽ? കോയിനാ എന്താ വെക്കൽ എന്ന് പറയും നിങ്ങൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. മയ്യത്തിന്റെ പള്ളിയിൽ ഇവിടെ എന്താ വെക്കല്? അരി വെക്കല? ആ മതിയാവും. ഈ പൊന്തുന്ന വയറിനത് ഇങ്ങനെ തടഞ്ഞു നിർത്തോ? ഈ അരി മതിയാവൂല എന്നാ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 ഗ്രാം അരി ഉണ്ടാവും ആ വെക്കുന്നതിൽ. എന്നാ മോശമില്ല. മിനിമം അത് പറഞ്ഞത് 60 ചുരുക്കണമെന്നല്ല, കുറച്ച് കനമുള്ള വെയിറ്റ് ഉള്ള സാധനം തന്നെ വെക്കണമെന്നാ. അത് വയറ് ഇങ്ങനെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊന്താൻ പാടില്ല. ഗ്യാസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ ബലൂണ് മാതിരിയായിട്ട് അവസാനം പൊട്ടും അത്. അപ്പൊ നിങ്ങൾ അത് പറയുന്ന സ്ഥലത്ത് നോക്കി ഇസ്ലാം പറഞ്ഞത് എന്ത്? ഹയാത്തിലുള്ള മനുഷ്യന് പ്രയാസമാകുന്ന തരത്തിലുള്ള വെയിറ്റുള്ള കനമുള്ള സാധനം മയ്യത്തിന്റെ പള്ളിയിലേക്കും വെച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ ഏത് കാര്യവും ഹയാത്തിലുള്ള ഒരു മനുഷ്യന് പ്രയാസമാകുന്നതുണ്ടല്ലോ, അതുകൊണ്ട് മയ്യത്തിനും പ്രയാസമാകുന്നതാണ്. ഹയാത്തിലുള്ള
ഒരു മനുഷ്യന് ഫ്രിഡ്ജിന്റെ അകത്ത് ഫ്രീസറിന്റെ അകത്ത് കിടക്കാൻ തയ്യാറാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ നല്ല തണുപ്പുള്ള സമയത്ത് ശ്വാസം മുട്ടു പോലോത്തതുള്ളവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പ്രയാസമാണ്. ഫ്രീസറിന്റെ അകത്ത് കയറിയതല്ല, കാലാവസ്ഥ വന്നു തണുത്തപ്പോൾ ആ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത നമ്മുടെ പിതാക്കളുണ്ടല്ലോ, ആ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത നമ്മുടെ മാതാക്കളുണ്ടല്ലോ, അവരെ എങ്ങനെയാണ് ഫ്രീസറിന്റെ അകത്ത് നിനക്ക് കിടത്താൻ സാധിക്കുന്നത്? അവരെ എങ്ങനെയാണ് ഫ്രീസറിന്റെ അകത്ത് 0 ഡിഗ്രി സെൽഷ്യസിനെക്കാളും താഴെയുള്ളതായ ഫ്രീസറിൽ നിനക്ക് എങ്ങനെയാ സ്വന്തം പിതാവിനെ കിടത്താൻ സാധിക്കുന്നത്? എന്റെ ഈമാനുള്ളവരെ പാടുള്ളതല്ല. മയ്യിത്തിനെ കമിഴ്ന്ന് കിടത്തൽ പോലും ഹറാമാണെന്ന പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. കമിഴ്ന്ന് കിടക്കൽ കറാഹത്താണ്. സാധാരണ നമ്മൾ കിടക്കുന്ന സമയത്ത് കമിഴ്ന്ന് കിടക്കൽ കറാഹത്താണ്. പക്ഷേ സ്വന്തത്തിൽ കറാഹത്തായ ഒരു കാര്യമുണ്ടല്ലോ, അതൊരു മയ്യത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കൽ ഹറാമാണ്. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവരെ, മയ്യത്ത് കുളിക്ക് നേതൃത്വം കൊടുക്കുന്നവരെ, മയ്യത്ത് കുളിക്കുന്നവിടത്ത് സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ, ഒരു നിലക്കും മയ്യത്തിനെ കമിഴ്ന്ന് കിടത്താൻ പാടില്ല. അത് തനിച്ച ഹറാമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കൾ പോലും രോഗിയായ സമയത്ത് അവരെ ഒന്നും നോക്കാനും അവരെ ശുശ്രൂഷിക്കാനും കഴിയാത്ത മക്കളുണ്ടല്ലോ. എന്നാൽ ആരുടെ പേരിലാണ് ഈ റാത്തീബ് എന്നറിയുമോ? അല്ലാഹുവിന്റെ ആരിഫീകളാകുന്ന ഔലിയാക്കന്മാരിലെ സുൽത്താനായ അഹ്മദുൽ കബീർ റിഫായി, രോഗിയായ നായയുടെ പോലും, ആ രോഗിയായ കുഷ്ഠം രോഗം ബാധിച്ച നായയുണ്ടല്ലോ, ആ നായക്ക് ചുരി പിടിച്ച സ്ഥലം ഇങ്ങനെ കയ്യിൽ വരയിട്ട് മാന്തി കൊടുക്കുകയാ. എന്നിട്ട് നായക്ക് സുഖപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നന്നായി വന്നു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു വിടുകയാ. സുബ്ഹാനല്ലാഹ്, സ്വന്തം ശരീരത്തിൽ ഒരു കൊതുകിരുന്നാ പോലും, സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും ഒന്നിരുന്നാ പോലും അതിനെ വേദനിപ്പിക്കാറില്ല. നല്ല വെയിലുള്ള സമയത്ത് ജറാദ് പോലത്തെ ഒരു പക്ഷി, വെട്ടുകിളി എന്നാ പറയല്, ചെറിയ ഒരു സാധനം ജറാദ്, അതിന്റെ ശവം പോലും ഹലാല, ശവം പോലും നജസല്ല. മത്സ്യം പോലെ, മീന് പോലെ, മീനിന്റെ ശവം നജസല്ലാത്തതുപോലെ ജറാദ്, അതൊരു ചെറിയ സാധനം, വെട്ടുകിളി എന്നാ പറയല്, അതിന്റെ ശവം പോലും നജസല്ല. അങ്ങനെയുള്ള ജറാദെങ്കാലും ശരീരത്തിൽ വന്നിരുന്നാൽ വെയിലത്തിൽ നിന്ന് മാറി നേരെ തണലുള്ള സ്ഥലത്ത് പോയി ഇരിക്കാറുണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങള് നേരെ തണലുള്ള സ്ഥലത്ത് പോയിട്ട് നിൽക്കും. എന്തേ? ഈ ജറാദ് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാ എൻ്റെ ശരീരത്തിൽ വന്ന് ഇരുന്നത്. പാവം, അതൊരു അല്പം വിശ്രമിച്ചോട്ടെ, തണലുള്ള സ്ഥലത്ത് പോയി ഇരിക്കും, ഒരുപാട് നേരം നിൽക്കും. അത് പറന്നതിന്റെ ശേഷം പിന്നെ യാത്ര മുന്നോട്ട് പോകും. സുബ്ഹാന, എന്തൊരു സ്വഭാവം ഇത്, എന്തൊരു സ്വഭാവം! ഈച്ച പോലോത്തത്, കൊതുക് പോലോത്തത് ശരീരത്തിലിരുന്നാൽ ശിഷ്യന്മാർ ആരെങ്കിലും ആട്ടുമ്പോ പറയില്ല, ചെയ്യല്ലേ എന്ന് പറയും. അതിന് ആവശ്യമുള്ള ചോര കുടിച്ചിട്ട് പോയിക്കോട്ടെ, അതിന്റെ റിസ്ക് അല്ലാഹു എൻ്റെ ശരീരത്തിലാണ് പടച്ചത്, അത് കുടിച്ചോട്ടെ. എന്ത് സ്വഭാവം! ആർക്കാണിത് കഴിയുക? മൃഗങ്ങളോട് മാത്രമാണോ? മനുഷ്യന്മാരോട് പോലും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാരോടും അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കാട്ടിൽ പോയി കുറെ വിറക് ഇങ്ങനെ വെട്ടി വലിയ കെട്ടാക്കി അതിനെ തലയിൽ വെച്ച് ഇങ്ങനെ ചുമന്ന് നാട്ടിലേക്ക് വരും. വെറും കയ്യിൽ നാട്ടിലേക്ക് മടങ്ങൂല. യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വിറക് വെട്ടി ശേഖരിച്ച് വലിയ കെട്ടാക്കി അതിനെ തലയിൽ വെച്ച് ഇങ്ങനെ ചുമന്നു കൊണ്ടുവരും. എന്നിട്ട് പാവപ്പെട്ട വിധവകളായ സ്ത്രീകൾക്ക്, കണ്ണ് കാണാത്തവർക്ക്, രോഗികൾക്ക്, യതീമിങ്ങൾക്ക് അതിനെ വിഹിതിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. എന്തിനേറെ പറയണം, വലിയ ദർസുണ്ടായിരുന്നു മൂപ്പർക്ക്. ആ ദർസിൽ മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഓതിക്കൊടുത്ത് ഇശ ഒക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു ദിവസം വീട്ടിലേക്ക് ഒരു കള്ളം കയറിയിട്ടുണ്ട്. സ്വന്തം പേരിലൊരു കള്ളം കയറിയത്. സുബ്ഹാനല്ലാഹ്. കള്ളം കയറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചാവി തപ്പുന്നുണ്ടാവും. ഞാൻ പുര നേരെ പൂട്ടിനാ, വണ്ടി ലോക്കാക്കിയില്ലാന്നൊക്കെ. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പുരക്ക് പോകുന്ന സമയത്ത് പുരന്റെ വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്.
മൂപ്പർക്ക് ഒരു കൗതുകം തോന്നി, പടച്ചവനെ ഞാൻ നേരെ അടച്ചതാണല്ലോ, ആരായിരിക്കും ഇതിൻ്റെ അകത്ത്? മെല്ലെ വന്നിങ്ങനെ തലയിട്ട് നോക്കി. വീട്ടിൻ്റെ ഉള്ളിൽ ആരായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി മെല്ലെ ഒന്ന് തലയിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു കള്ളനുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്, ഗോതമ്പ് ഇങ്ങനെ ചാക്കിലേക്ക് ഇങ്ങനെ നുറക്കുന്നുണ്ട്. കക്കാൻ കയറിയതാ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് പുറത്തൊന്ന് ലോക്കാക്കൂലേ? ആൾക്കാരെ വിളിച്ചു കൂട്ടൂലേ? അഥവാ CC ക്യാമറയിലുള്ള ചില ഫൂട്ടേജ് നോക്കും നിങ്ങൾ മറ്റുള്ളവരിലൊക്കെ അയച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടയിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഫൂട്ടേജ് അങ്ങനെ എടുത്ത് ലോകം മൊത്തം അതിനെ പറത്തും. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ ഇജ്ജത്ത് കളഞ്ഞ്. അയാളൊരു തെറ്റ് ചെയ്തു, നിനക്ക് ക്ഷമിക്കാൻ കഴിയൂലേ? വേണ്ട, നീ ക്ഷമിച്ചില്ല. അയാൾ എൻക്വയറി ചെയ്തു, പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. മറ്റുള്ള സമൂഹത്തിന് മുമ്പിൽ ലോകമൊട്ടാകെ അയാൾ എന്തിനു വഷളാക്കാനാണ്? നിന്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന തെറ്റുകൾ അള്ളാഹു നിനക്ക് പുറത്തു തരണ്ടേ? നീ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു നിനക്ക് മാഫ് നൽകണ്ടേ? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പോരന്റെ ഉള്ളിലേക്ക് മെല്ലെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ കള്ളൊന്നിങ്ങനെ പേടിച്ചു പോയി. ലൈവായിട്ട് ആ വീട്ടുകാരനെ കാണുമ്പോൾ ഏത് കള്ളനാ പേടിക്കാതിരിക്കും? കള്ളൻ പേടിച്ചു പോയി. അഹ്മദുൽ കബീർ റിഫായി നേരെ വീട്ടിലേക്ക് കയറി. എന്നിട്ട് കള്ളനോട് പറഞ്ഞു, മോനെ, ഇതത്ര നല്ല ഗോതമ്പല്ല, ഇത് കൊണ്ടുപോയാൽ നിനക്ക് പണി കൂടും. ഉള്ളിൽ നല്ല തൊലി കളഞ്ഞ ഗോതമ്പുണ്ട്, അത് കൊണ്ടുപോയിക്കോ. സുബ്ഹാനല്ലാഹ്, കള്ളൻ ഇങ്ങനെ അത്ഭുതം. ഇയാൾ എന്താ റബ്ബേ പറയുന്നത്? ഇയാൾ എന്നെ വീടല്ലേ? അപ്പൊ ഇയാൾ എന്നെ പോലെ കക്കാൻ കയറിയതായിരിക്കും. നേരെ ഉള്ളിൽ പോയി കയ്യും പിടിച്ച് കള്ളനെ കൊണ്ടുപോയി. എന്നിട്ട് തൊലി കളഞ്ഞ നല്ല ഫ്രഷ് 1-ാം നമ്പർ ഗോതമ്പ് ചാക്കിലേക്ക് നിറച്ചു. അതിന്റെ വായ ഇങ്ങനെ കെട്ടി എന്നിട്ട് കള്ളന്റെ ചുമലിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചു. എന്നിട്ട് കള്ളനോട് പറഞ്ഞു, മോനെ, ഈ പാതിരാത്രി നീ ഒറ്റക്ക് പോകണ്ട, പേടിയാവും. നിന്നെങ്ങനെ ഒറ്റ കേൾക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നിന്റെ വീട് എവിടെയെന്ന് പറ, ഞാൻ നിന്റെ കൂടെ നടക്കാം. കള്ളൻ അത്ഭുതം തോന്നി. ഇതെന്ത് മനുഷ്യനാണ് റബ്ബേ? കള്ളന്റെ കൂടെ നടന്നു. കള്ളൻ ഇയാളുടെ വീട്ടിലുള്ള ആ ഗോതമ്പ് ഇങ്ങനെ ചാക്കിൽ നിറച്ച് ചുമലിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. കള്ളന്റെ കൂടെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പിന്നാലെ നടക്കുകയാ. എന്നിട്ട് ഒരുപാട് ദൂരം നടന്നതിന്റെ പിറകെ ആ കള്ളൻ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ തങ്ങളോട് പറയുകയാ, മനുഷ്യ, കാണുന്ന എന്റെ വീടാണ്, ഇവിടുന്ന് ഞാൻ ഒറ്റക്കായി നടന്നോളാം. ആ സമയത്ത് കള്ളന്റെ കൈ പിടിച്ചുകൊണ്ട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആരുടെ പേരിലാണ് 5 ദിവസത്തിന്റെ വഅദെന്നറിയുമോ? ആരുടെ പേരിലാണ് എന്റെ ഈമാനുള്ള സഹോദരിമാരെ നിങ്ങൾ നേർച്ച കൊടുക്കുന്നതെന്നറിയുമോ? ആരുടെ പേരിലാണ് ഇവിടെ ചീരണി ഓഹരി ചെയ്യപ്പെടുന്നതെന്നറിയുമോ? ആരുടെ പേരിലാണ് കോടികളും ആടുകളും നേർച്ച ചെയ്യുന്നതെന്നറിയുമോ? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനാകുന്ന മനുഷ്യന് അല്ലാഹനെ അറിഞ്ഞ വലിയ ആ കള്ളന്റെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ, എന്നെ ഒന്ന് മാഫ് ചെയ്യുമോ? എനിക്ക് പൊറുത്തപ്പെടുമോ? നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അകത്ത് കയറി ഗോതമ്പ് ചാക്കിലേക്ക് തുറക്കുന്ന സമയത്ത് ഞാനൊന്ന് തലയിട്ട് എത്തി നോക്കുമ്പോൾ നിങ്ങളെ പേടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്ക് വല്ലാഹി ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ നോട്ടം കൊണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ട്. എൻ്റെ ആ നോട്ടം കൊണ്ട് നിങ്ങളുടെ മനസ്സിന് പേടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന് പേടി തോന്നുന്ന വിധത്തിലൊരു നോട്ടം നോക്കിയതിന് വേണ്ടി എനിക്ക് നിങ്ങൾ പൊറുത്തപ്പെടുമോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിലെ അല്ലാഹുവിന്റെ കോടതിയിലെ മഹ്ശറയിൽ വെച്ച് എൻ്റെ ഒരു അടിമയെ പേടിപ്പിക്കുന്ന തരത്തിൽ എന്തിനാ നോക്കിയതെന്ന് ചോദിച്ചാൽ അഹ്മദുൽ കബീറിന് കൊടുക്കാൻ ഉത്തരമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പേടിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടം ഞാൻ നോക്കിയതിന് വേണ്ടി എന്നെ നിങ്ങൾ പൊറുത്തപ്പെട്ടു തരുമോ? വലിയ താടിയുള്ള മഹാൻ, ആ തലപ്പാവ് ധരിച്ച മഹാൻ ഒരു കള്ളന്റെ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടാക്കളെ പോലെ മാഫ് ചോദിക്കുമ്പോൾ കള്ളനെ നിന്ന സ്ഥലത്ത് തന്നെ സ്തംഭിച്ചു പോവുകയാ. എന്നിട്ട് അവസാനം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പൊറുത്തപ്പെട്ടു തന്നു. എന്തിനാ
മാഫ് ചോദിച്ചത് ഒരു നോട്ടം നോക്കിയപ്പോൾ ആ നോട്ടം കൊണ്ട് കള്ളന് ഭയന്നു എന്ന് തോന്നിയപ്പോൾ ആ കള്ളനോട് പോലും പൊറുത്തപ്പെടിച്ചത് എന്തിനെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാ, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ. സ്വഹാബ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ ഹലാലല്ല. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടുള്ളതല്ല. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എതിർഭാഗത്തിൽ മറ്റൊരു വശത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ റോങ് സൈഡിൽ വന്നാൽ ചിലപ്പോൾ നല്ല ഡ്രൈവർമാരടക്കം അവരെ ഒന്ന് പേടിപ്പിക്കാറുണ്ട്. എല്ലാ മേഖലകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരാളെ കണ്ണുകൊണ്ട് പേടിപ്പിക്കുന്നതാവട്ടെ, നാക്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നതാകട്ടെ, വേദനിപ്പിച്ച് ഭയപ്പെടുത്തുന്നതാകട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ്, ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. എന്നാൽ ഒരു നോട്ടം കൊണ്ട് കള്ളന് പോലും സ്വന്തം വീട്ടിൽ കക്കാൻ കയറിയ കള്ളനാ, ആ കള്ളന് വീട്ടിൽ കയറാൻ പാടില്ല, ഹറാമായിരുന്നു. എന്നിട്ട് പോലും അങ്ങനെയുള്ള കള്ളനെ പോലും എന്റെ നോട്ടം കൊണ്ട് പേടിച്ചു പോയി എന്നറിഞ്ഞപ്പോൾ അവിടെ അല്ലാഹനെ പേടിച്ചില്ലേ? അതാ പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിയ ആയത്ത്, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരുടെ ഈമാൻ ശരിയായ റൂട്ടിൽ തന്നെയുണ്ട്. കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് യത്തഖൂൻ, അവർ അല്ലാഹനെ ഭയക്കുന്നവരാ, അവർ അല്ലാഹനെ പേടിച്ച് ജീവിച്ചവരാ. അവർക്ക് ദുനിയാവിന്റെ ജീവിതത്തിലും വല്ലാത്ത സന്തോഷമാ, നാളെ ആഖിറത്തിലും അതിനേക്കാളും അപ്പുറത്തിന്റെ സന്തോഷമാണ്. എന്നിട്ടതാ കള്ളന രാത്രി വീട്ടിലേക്ക് കയറി ഉറങ്ങുന്നില്ല. പടച്ചവൻ ആരുടെ വീട്ടിലേക്കായിരിക്കും റബ്ബേ ഞാൻ ഇന്ന് കക്കാൻ കഴിയത്? അതൊരു സ്വാലിഹായ മനുഷ്യന്, വലിയ തലപ്പാവും താടിയുള്ള മനുഷ്യന്, അയാളുടെ വീട്ടിൽ ഞാൻ കക്കാൻ കയറിയിട്ട് പോലും എന്നെ ചീത്ത വിളിച്ചില്ല, എന്നെ അടിച്ചില്ല, എന്നെ വശലാക്കിയില്ല, എന്നെ ഭയപ്പെടുത്തിയില്ല. മാത്രമല്ല ഒരു നോട്ടം കൊണ്ട് ഞാനങ്ങ് ഭയന്നു എന്ന് തോന്നിയപ്പോൾ കള്ളനായ എന്റെ കൈപിടിച്ച് മാഫ് ചോദിച്ച മഹാൻ ആരാണ് റബ്ബേ? അയാൾ എനിക്കൊന്ന് കാണേണ്ടതുണ്ട്, അയാളുടെ മുമ്പിൽ പോയി തൗബ ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരിക്കലും തമ്മാടിത്തരം കക്കുന്ന ഈ രൂപത്തിലുള്ള പരിപാടിക്ക് ഞാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് രാവിലെ എഴുന്നേറ്റ് തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. കഴിഞ്ഞ രാത്രി കക്കാൻ കയറിയ വീടുണ്ടല്ലോ, ആ വീട് ലക്ഷ്യം വെച്ച് നടന്ന് നടന്ന് അവസാനം ആ നാട്ടിലെത്തിയപ്പോൾ പരിസരത്തുള്ളവരോട് ആരുടെ വീടാണെന്ന് ചോദിക്കുമ്പോൾ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറിന്റെ വീടാണ്. അദ്ദേഹം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഗ്രാമത്തിലുള്ള വലിയ ഒരു ദർസ് നടത്തുന്ന മുദരിസ ആ പള്ളിയിലേക്ക് നേരെ പോയി, ആ ദർസുള്ള സ്ഥലത്തിലേക്ക് നേരെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ ചുറ്റുഭാഗത്തും വലിയ വലിയ തലപ്പാവ് ധരിച്ച 100 കണക്കിലുള്ള ആലിമീങ്ങളാണ്. അഹ്മദ് കബീർ തങ്ങളുടെ ശിഷ്യന്മാരാകുന്ന 100 കണക്കിലുള്ള തലപ്പാവ് ധരിച്ച ആലിമീങ്ങളാ. അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ കടന്നു ചെല്ലണമല്ലാ? ഞാനെങ്കാലും അകത്ത് കയറിയാൽ അഹ്മദുൽ കബീർ എന്ന് പറയുന്ന സ്വാലിഹായ മനുഷ്യന് ഇന്നലെ രാത്രി എന്റെ കൈപിടിച്ച് എന്നോട് പൊരുത്തപ്പെടിച്ച മഹാനുണ്ടല്ലോ, അവിടുത്തെ ശിഷ്യന്മാരോടെങ്കാലും എന്റെ വീട് കക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് കാണിച്ചു കൊടുത്താൽ അവർ എന്നെ വെറുതെ വിടുമോ? എന്നിങ്ങനെ പേടിച്ച് വിറച്ച് പള്ളിക്ക് പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അഹ്മദുൽ കബീർ തങ്ങളെ രാത്രി കണ്ട കള്ളനെ കാണുകയാണ്. എന്നിട്ട് ഇരുന്ന സ്ഥലത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടി വന്നുകൊണ്ട് കള്ളനായ ബാല്യക്കാരന്റെ കൈപിടിക്കുകയാ. എന്നിട്ട് അവിടെ നിന്ന് സലാമ് പറഞ്ഞു കൊണ്ടുപോയി ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ബഹുമാനിച്ച് ആദരിച്ചിരുത്തുകയാ. എന്നിട്ട് നല്ല സ്നേഹബന്ധമുള്ളതുപോലെ അടുത്ത സുഹൃത്തിനെ ഒരുപാട് സമയത്തിൽ കാണാതെയായ സുഹൃത്തിനെ വീണ്ടും കാണുമ്പോൾ ഏത് സ്നേഹമാണോ പ്രകടിപ്പിക്കുന്നത് ആ തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്.
ബാല്യക്കാരട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു. ആ ബാല്യക്കാരന് പറയുകയാ, എന്റെ ജീവിതത്തിൽ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കണ്ടത് മുതൽ ഞാൻ പിന്നെ തമ്മാടിത്തരം ചെയ്തിട്ടില്ല. മരിക്കുന്നത് വരെ അങ്ങയുടെ ആശയത്തിൽ ഞാനങ്ങ് ജീവിച്ചു, അഥവാ ജീവിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ തങ്ങൾ വഅദ് പറഞ്ഞിട്ടല്ല, 5 ദിവസത്തിന്റെ വഅദിന്റെ സദസ്സിലേക്ക് വന്നതുകൊണ്ട് നന്നായതല്ല. ഒരൊറ്റ രാത്രിയിൽ അല്ലാഹുവിനെ ഭയന്ന ആരിഫായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പ്രവർത്തനം കണ്ടപ്പോൾ, അല്ലാഹുവിനെ ഭയക്കുന്ന ഒരു വലിയനെ കണ്ടപ്പോൾ, തമ്മാടിയായ ഒരു കള്ളന്റെ ജീവിതം മാറുകയാ. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സഹാബ, എന്റെ അടിമകള്, എന്റെ ഉമ്മത്തികളിലെ ചിലരുണ്ട്, അവർ അല്ലാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ലാഹ് നടത്തി കൊടുക്കുകയാണ്. സഹാബ, ഒരൊറ്റ രാത്രിയുടെ ചെറിയ ഒരു കാരണം കൊണ്ട്, അവിടുത്തെ സ്വഭാവം കൊണ്ട് വലിയ ഒരു കള്ളണ നന്നാവുകയാ. എന്റെ ഈ വാറുള്ളവരെ, ഞാൻ എത്ര രാത്രികളാ വഅദ് പറഞ്ഞത്, നിങ്ങൾ എത്ര കൊല്ലത്തിലായി ഇവിടെ വഅദ് സംഘടിപ്പിച്ചത്, എന്നിട്ട് എത്ര പേര് ഈ നാട്ടില് നന്നായി, എന്റെ വഅദ് കേട്ട് എത്ര പേര് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര പേരെ നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ നന്നാക്കുന്നത് പോട്ടെ, സ്വന്തം നന്നാകാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരൊറ്റ രാത്രിയിൽ ആ സ്വഭാവം കൊണ്ട്, അവിടുത്തെ പെരുമാറ്റം കൊണ്ട്, അല്ലാഹുവിനുള്ള തഖ്വ കൊണ്ട്, ഭയം കൊണ്ട് ആ കള്ളണ നന്നായില്ലേ? അങ്ങനെയുള്ള എത്ര പേരെ അവർ നന്നാക്കിയത്. അതിനു വേണ്ടി അല്ലാഹു നിയോഗിച്ച ഔലിയാക്കന്മാർ, ഹാലു റജുലിൻ വാഹിദിൻ ഫീ ഇസ്ലാഹി അൽഫി റജുലിൻ ഖൈറും മിൻ വഅലി അൽഫി റജുലിൻ ഫീ ഇസ്ലാഹി ഹാലി റജുലിൻ വാഹിദി. ഒരാളെ നന്നാക്കാൻ വേണ്ടി 1000 ജനങ്ങൾ വഅദ് പറയുന്നതിലേറെ, ഒരാളെ നന്നാക്കാൻ വേണ്ടി 1000 ജനങ്ങൾ വാഇലന്മാർ വഅദ് പറയുന്നതിലേറെ ഖൈറ് 1000 ജനങ്ങളെ നന്നാക്കാൻ ഒരാളുടെ അവസ്ഥ നന്നായാൽ മതി. ഒരാളുടെ അവസ്ഥ നന്നായാൽ 1000 ജനങ്ങളെ നന്നാക്കാൻ കഴിയും. നേരെ മറിച്ചിട്ട് 1000 ജനങ്ങൾ വഅദ് പറഞ്ഞാലും ഒരാളുടെ അവസ്ഥ നന്നാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വഅദ് കൊണ്ട് നന്നാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരൂല. അതേ സമയത്ത് അവിടുത്തെ സ്വഭാവം കൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരൊറ്റ കറാഹത്ത് പോലും ചെയ്യാൻ പേടിക്കുന്ന മഹാന്മാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഒരൊറ്റ കറാഹത്ത് പോലും, ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടുത്താത്തവരില്ലേ? ചെറിയ ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കർശനമായി അതിനെ എതിർക്കുന്ന, അതിനെതിരെ ശബ്ദിക്കുന്ന ഉലമാക്കൾ നമുക്കിടയിലില്ലേ? ബഹുമാനപ്പെട്ട എന്റെ വന്യ ഗുരു ശൈഖുന തൊട്ടി ഉസ്താദ്, നിങ്ങളുടെ നാട്ടിൽ കുറച്ചു കൊല്ലം മുമ്പ് മുദരിസായിരുന്ന നസീഹത്ത് ദാരിമി ഉസ്താദിന്റെ പിതാവാകുന്ന ബഹുമാനപ്പെട്ട മർഹൂം തൊട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ. ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് കണ്ടിട്ടില്ല. വല്ലാത്ത പേടിയായിരുന്നു. 75, 76, 77 പ്രായത്തിലാണ് വഫാത്തായത്. വല്ലാത്ത ടെൻഷനാണ്. എൻ്റെ ആഖിബത്ത് എന്തായി പോകും, ഞാൻ അവസാനം ഈമാനോട് മരിച്ചു പോകുമെന്നുള്ള പേടിയാണ്, വല്ലാത്ത പേടിയാണ്. രാത്രിയും പകലും കരഞ്ഞ തന്നെ. ആര് കിട്ടിയാലും അവരുടെ കൈപിടിച്ച് പറയും, എൻ്റെ ആഖിബത്തിനെ ഓർത്ത് എനിക്ക് വല്ലാത്ത പേടിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരാ പറയുന്നത്? എന്നെ പോലത്തെ 100 കണക്കിലുള്ള 500-ലേറെ ആലിമീങ്ങൾ ശിഷ്യന്മാരുണ്ട്, വലിയ വലിയ ശിഷ്യന്മാരുണ്ട്. ശൈഖുന വഫാത്തായപ്പോൾ അവിടുത്തെ മദ്ഹ് ഒരു ബൈത്ത് രൂപത്തിൽ ഒരാൾ എഴുതിയ ഒരു മുദരിസ്, ആ മുദരിസിന് 90 മുതഅല്ലിമീങ്ങളുള്ള വലിയ ദർസുണ്ട്. 90 മുതഅല്ലിമീങ്ങളുള്ള വലിയ ദർസുണ്ട്. ആ ദർസ് നടത്തുന്ന മുദരിസിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശൈഖുന തൊട്ടി ഉസ്താദ്. അങ്ങനെയുള്ള എത്ര മുദരിസന്മാരുണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അങ്ങനെയുള്ള എത്ര മുദരിസന്മാരുണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. ആ മഹാൻ ജീവിതത്തിൽ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നത് പോലെ വല്ലാത്ത പേടിയാണ്. ഒന്ന് കർശനമായി എതിർക്കും.
ഒരു സുന്നത്ത് ആരെങ്കിലും അറിയാതെയായി പോയാൽ അവരോട് പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യം സുന്നത്താണ്. നിങ്ങൾ നോക്കൂ, സാധാരണ പലയിടത്തും മഗ്രിബിന്റെ ശേഷം ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ഇല്ല. പലയിടത്തും അത് കാണാറില്ല. എല്ലാ 5 വഖത്ത് നിസ്കാരത്തിന്റെ പിറകെയും പറയൽ സുന്നത്തുള്ള സംഗതികളാണ്. പക്ഷെ ചിലയിടത്ത് മഗ്രിബിന്റെ ശേഷം ഇല്ല. ബഹുമാനപ്പെട്ട ശൈഖുന തൊട്ടി ഉസ്താദ് അത് ശക്തമായി പറഞ്ഞു കൊടുക്കും, അത് മഗ്രിബിന്റെ ശേഷം വേണ്ടതാണ്. എന്തേ ആ ദിക്റിന്റെ മഹത്വം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാവപ്പെട്ട ഫഖീറന്മാരാകുന്ന മുഹാജിരികൾ പോയി പറഞ്ഞു, നബിയേ, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ മറ്റുള്ള ചില സ്വഹാബത്തും നിസ്കരിക്കാറുണ്ട്. ഞങ്ങൾ നോമ്പ് നോറ്റതുപോലെ അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തതിന്റെ കാരണത്താൽ അവർക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ മറ്റു ചില അമലുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, ജിഹാദ് ചെയ്യുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്നും കഴിയുന്നില്ല, കാരണം സമ്പത്തില്ലാത്തതിന്റെ പേരിൽ. അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു. അവർ നമ്മൾ നിക്കരിച്ചതുപോലെ, നോമ്പ് നോക്കുന്നത് നമ്മൾ നോമ്പ് നോക്കുന്നത് പോലെ. പക്ഷെ സമ്പത്തിന്റെ കാരണത്താൽ അല്ലാഹു കൊടുത്ത അവർ ഔദാര്യം അവർക്കുണ്ടല്ലോ, അത് നമുക്കില്ല നബിയെ. പൊട്ടിക്കരഞ്ഞു സ്വഹാബത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, നിങ്ങൾക്ക് ഞാനൊരു അമല് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഞാനൊരു അമല് ഇബാദത്ത് പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാല് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൂടെ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഒരിക്കലും ഒരാൾക്കും നിങ്ങളെ പോലെയുള്ള ആ സ്ഥാനത്തിൽ എത്താൻ കഴിയുന്നതല്ല. അത്രക്കും വലിയ സ്ഥാനത്തിലേക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എത്താൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു അമല് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, അതേ നബിയെ, പഠിപ്പിച്ചു തരണം. അവിടെന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എല്ലാ നിസ്കാരത്തിന്റെ പിറകെ, ഫർദാക്കപ്പെട്ട എല്ലാ നിസ്കാരത്തിന്റെ പിറകെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹും ദിക്റുകളും 33 പ്രാവശ്യം ചൊല്ലനേ സ്വഹാബ. ആ സമയത്ത് അത് പഠിപ്പിച്ചു കൊടുത്തത്. അത് ശരിക്കും നേരെ പറയണം, വെറുതെ ഇങ്ങനെ മറ്റൂല. സുബ്ഹാനല്ലാഹ്, 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 അങ്ങനെ തന്നെ പറയാം. ഉസ്താദ് ഇതിപ്പോ അങ്ങനെ പറഞ്ഞെങ്കിലും മഗ്രിബിന്റെ ശേഷം ഇത് പറഞ്ഞെങ്കിൽ ഇശാ ബാങ്ക് കൊടുക്കുമല്ലോ എന്ന് തോന്നും. എന്നാ കുറച്ച് സ്പീഡാക്കിക്കോ. സുബ്ഹാനല്ലാഹി, 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 സുബ്ഹാനല്ലാഹ്. വഖഫ് ചെയ്തിട്ട് നീട്ടിയേ പറ്റൂ. വഖഫ് ചെയ്യുന്നിടത്ത് ജലാലത്തിന്റെ ഇസ്മാകുന്ന അല്ലാഹു എന്നതിനെ വഖഫ് ചെയ്യുന്നിടത്ത് അല്ലാഹ് എന്ന് നീട്ടിയില്ലെങ്കിൽ അത് ദിക്റാവൂല, അത് ദിക്റാവൂല. മരിച്ച വീട്ടിലൊക്കെ പോയാൽ ഉസ്താദെ കടലാസ് തരും, 8,66,313 തഹ്ലീൽ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് കുടുംബക്കാർ. മാഷാ അല്ലാഹ്, നല്ലതാണ്. എങ്ങനെ മോനെ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ തസ്ബീഹിന്റെ കൗണ്ടർ കൂട്ടിയത് തന്നെ. 9,999 ആകുമ്പോൾ കൗണ്ടർ തീർന്നു. എഴുതി 10,000 ഒന്നും കൂട്ടി, വീണ്ടും തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സ്വീകരിച്ചോ? അള്ളാഹു സ്വീകരിക്കുന്നത് അതിന്റെ ശേഷമാണ്. ആ പറയുന്ന രൂപം ശരിയായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ തൗഹീദിന്റെ വചനം ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അവന്റെ 4000 ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഒരൊറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ 4000 ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 5 വഖത്ത് നിസ്കാരത്തിന്റെ പിറകെ 10 പ്രാവശ്യം, 5 വഖത്തിൽ 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിയായ നിലക്ക് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ അവന്റെ 2 ലക്ഷം ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് സ്വഹാബത്ത് അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. സ്വഹാബത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, എന്നാ ഒരു മനുഷ്യർക്ക് അത്ര ദോഷം ഇല്ലെങ്കിൽ, തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണെങ്കിൽ, അപ്പൊ പറഞ്ഞു അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരെ പറഞ്ഞൊരു മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. മാതാപിതാക്കൾക്കും ദോഷമില്ലെങ്കിൽ, അഥവാ ദോഷം തീർന്നു പോയാൽ അവന്റെ അയൽവാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ നേരെ പറയണം. അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞു വന്നത് മഗ്രിബിന്റെ ശേഷം ചിലയിടത്തൊക്കെ കാണാറില്ല. എന്നാ ദുആക്ക് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ചൊല്ലിക്കോ, അത് ചൊല്ലേണ്ടതാണ്, സുന്നത്താണ്. ഇത് ശൈഖുന ബഹുമാനപ്പെട്ട തൊട്ടി ഉസ്താദ് ശക്തമായിട്ടും പറയും. ഞാനുള്ള പള്ളിയിൽ മഗ്രിബിന്റെ ശേഷം മറ്റുള്ള വഖത്തിൽ
അതുപോലെ പറയുന്നില്ല. അത് പറഞ്ഞതിന്റെ ശേഷമാണ് ദുആറക്കൽ. പല പള്ളികളിലും അതുണ്ട്, പക്ഷേ ചിലയിടത്തൊക്കെ കാണാറില്ല. ചിലയിടത്ത് കാണാത്ത സ്ഥലത്ത് അവിടുത്തെ ഖതീബ്, അവിടുത്തെ മുദരിസ് ഇങ്ങനെ തുടങ്ങിയാൽ ചിലപ്പോൾ കമ്മിറ്റിക്കാർ പോയിട്ട് പറയും, ഉസ്താദേ അത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്, നാളെ മുതൽ അത് പറയാൻ പാടില്ല. സുന്നത്തായ ഒരു സംഗതിയല്ല. സുന്നത്തായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് സുന്നത്തായ ഒരു സംഗതി ആർക്കെങ്കിലും വേണ്ടി ഒഴിവാക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്ക്, റമദാനിന്റെ ശേഷമുള്ളതായ ഒരു 6 നോമ്പ്. من صام رمضان ثم أتبعه ستا من شوال كان كصيام الدهر قال رسول الله. من صام رمضان, ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റു. ثم أتبعه ستا من شوال, പിന്നെ ഷവ്വാലിൽ നിന്നുള്ള ഒരു 6 നോമ്പ് അതിന്റെ കൂടെ, പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുതൽ ഷവ്വാലിൽ നിന്നുള്ള ഒരു 6 നോമ്പും കൂടി അതിന്റെ കൂടെ നോക്കി. എന്നാൽ അവൻ കൊല്ലം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ഒരു സുന്നത്തില്ലപ്പ, അങ്ങനെ ഒരു നോമ്പില്ല എന്നാരെങ്കിലും പറയും? ഷവ്വാലിന്റെ ഒരു 6 നോമ്പ് സുന്നത്തില്ല എന്നാരെങ്കിലും പറയും? ആരും പറയൂല. ഷവ്വാലിന്റെ 6 നോമ്പ് സുന്നത്താണ് അല്ലേ? എന്നാൽ ആ ഷവ്വാലിന്റെ 6 നോമ്പ് ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും കറാഹത്താണ്. ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും അത് കറാഹത്താണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഖാല മാലികുൻ ഫിൽ മുഅത്ത മാ റഅയ്തു അഹദൻ മിൻ അഹ്ലിൽ ഇൽമി യസൂമുഹാ വഖാലു ഫയുക്റഹു ലിഅല്ലാ യുദന്ന വുജൂബുഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രസിദ്ധമായ അൽ മുഅത്ത എന്ന കിതാബിൽ പറഞ്ഞത്, മദീനത്തിലുള്ള ഇൽമിന്റെ അഹ്ലുകാർ, മദീനത്തുള്ള ആലിമീങ്ങൾ ഒരാളും ആ ഷവ്വാലിന്റെ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കറാഹത്ത് എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നോക്കുന്നില്ലേ? ആരാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തുണ്ടെങ്കിൽ മറ്റൊരു ആലിമും അവിടെ ഫത്വ കൊടുക്കാറില്ല. അത് ത്വലാഖിന്റെ വിഷയത്തിലായാലും നിക്കാഹിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരിക്കെ അവിടെ പിന്നൊരാൾ ഫത്വ കൊടുക്കാറില്ല. ഇമാം മാലിക് തങ്ങളോട് ചോദിക്കും, ഒരവസരത്തിൽ മദീനത്തൊരു പെണ്ണുങ്ങൾ മരിച്ചപ്പോൾ ആ പെണ്ണുങ്ങളെ ആരും മയ്യത്ത് കുളിപ്പിച്ചു. സ്ത്രീകൾ തന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ കുളിപ്പിക്കുന്ന സ്ത്രീയുടെ കൈ മയ്യത്തിന്റെ ഗുഹ്യ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചു. വലിച്ചാൻ വരുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല. അവസാനം വലിയ പേടിയായി പോയി. ചിലരൊക്കെ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഒന്നിരിക്കലോ മയ്യത്തിന്റെ ഗുഹ്യ ഭാഗം എല്ലാം മുറിച്ചെടുക്കണം, അതല്ലെങ്കിൽ കുളിപ്പിച്ചാളുടെ കൈ വെട്ടണം, അല്ലെങ്കിൽ പിന്നെ മയ്യത്തിന് മറവ് ചെയ്യാൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്, കുടുങ്ങിപ്പോയി. എല്ലാവരോടും ഫത്വ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? മയ്യത്തിന്റെ ഗുഹ്യ ഭാഗം എല്ലാം മുറിച്ചെടുക്കേണ്ടതാ, കുളിപ്പിച്ചാളുടെ കൈ വെട്ടേണ്ടതാ? അവസാനം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിച്ചു. മയ്യത്ത് കുളിപ്പിച്ചൊരു സ്ത്രീയുടെ കൈ മയ്യത്തിന്റെ ഗുഹ്യ സ്ഥാനത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, എടുക്കാൻ കഴിയുന്നില്ല, എന്താ ചെയ്യേണ്ടത്? എന്താ വേണ്ടത്? മയ്യത്തിന്റെ ഗുഹ്യ ഭാഗം മുറിച്ചെടുക്കാൻ പറ്റും? മയ്യത്തിന്റെ നഖം വെട്ടാൻ പോലും പാടില്ല എന്നാ കറാഹത്ത. നല്ല നഖമുള്ള മയ്യത്താൽ, നേരത്തെ വളർത്തിയതാണ്, പ്രശ്നമില്ല. മയ്യത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ, മുറിക്കാൻ പാടില്ല. മയ്യത്തിന് മുടി വെട്ടാനും പാടില്ല, കട്ടാക്കാനും പാടില്ല. മാത്രമല്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ കൊഴിഞ്ഞുപോയ മുടിയുണ്ടെങ്കിൽ ആ മുടിയെ ചുരുട്ടി കഫൻ തുണിന്റെ ഉള്ളിൽ വെക്കണം. കഫൻ തുണിന്റെ ഉള്ളിൽ വെച്ചില്ലെങ്കിലും അതിനെ ഖബറടക്കൽ നിർബന്ധമാണ്. കഫൻ തുണിന്റെ ഉള്ളിൽ തന്നെ വെക്കൽ സുന്നത്താണ്. അപ്പൊ ഈ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനം മുറിക്കാൻ പറ്റൂല, കുളിപ്പിച്ചവരുടെ കൈ വെട്ടാൻ പറ്റൂ. എന്താ ചെയ്യേണ്ടത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അത് നിങ്ങൾ രണ്ടും ചെയ്യണ്ട. മയ്യത്ത് കുളിപ്പിച്ചാൽ ആ കുളിപ്പിച്ച ആളെ നിങ്ങൾ 80 അടി അടിക്കണം. മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ നിങ്ങൾ 80 അടി അടിക്കണം. എന്തേ കാരണം? ആ മയ്യത്തിന്റെ മേൽ വ്യഭിചാരത്തിന്റെ ആരോപണം ആ മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീ ചെയ്തിട്ടുണ്ടാവും. അഥവാ വേണ്ടാത്തത്
ഖദ്ഫ് പറഞ്ഞിട്ടുണ്ടാവും. ഖദ്ഫിന്റെ ഹദ്ദടിക്കണം, 80 അടി അടിക്കണം. നേരെ പോയി മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീയോട് ചോദിച്ചു, എന്തേ കാരണം ഇങ്ങനെ കൈ ഒട്ടിപ്പിടിക്കാൻ? ആ സ്ത്രീ പറഞ്ഞു അത്രേ, ഈ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ഗുഹ്യസ്ഥാനം കഴുകുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി, പടച്ചവനെ ഈ സ്ഥലത്തിൽ എത്രമാത്രം ഹറാമൊക്കെ ഈ പെണ്ണുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കൈ ഒട്ടിപ്പിടിച്ചു. കാരണം ആ മയ്യത്ത് സ്വാലിഹായ ഒരു പെണ്ണിൻ്റെതായിരുന്നു, സ്വാലിഹത്തായ ഒരു പെണ്ണിന്റെ മയ്യത്തായിരുന്നു. കുളിപ്പിച്ച പെണ്ണുങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, അവിടെ തന്നെ ബാക്കിയായി പോയി, കുർത്തക്കേട് തട്ടിപ്പോയി. അതാ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് വിശ്വസ്തനായിരിക്കണം. ഏതെങ്കിലും ഒരാളെങ്ങനെ കുളിപ്പിച്ചാൽ മതിയാവൂല. അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട് സുന്നത്തിന് എതിരായി ഇന്ന് നടക്കുന്നത്. മയ്യത്ത് കട്ടില് നിങ്ങൾ നോക്ക്, കൊണ്ടുപോയി അവസാനം ഖബറിന്റെ അടുത്ത് മയ്യത്ത് കട്ടില് വെക്കൂലേ? മയ്യത്ത് കട്ടില് ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഖബറിന്റെ ഏത് ഭാഗത്താണ് ഈ മയ്യത്ത് കട്ടില് വെക്കേണ്ടത്? ഖബറിന്റെ കാൽഭാഗത്ത് മയ്യത്ത് കട്ടില് വെക്കണം. മയ്യത്തിന്റെ തല ഖബറിന്റെ കാൽഭാഗത്താകുന്നത് പോലെ. ഉദാഹരണത്തിന് ഇത് ഖബറാണെങ്കിൽ ഇത് ഖബറിന്റെ കാൽഭാഗമാണെങ്കിൽ അതിപ്പോ കിബില അങ്ങോട്ടേക്ക്, അത് പടിഞ്ഞാറല്ലേ, അങ്ങോട്ടേക്ക് കിബില. അപ്പൊ ഇത് ഖബറാണെങ്കിൽ ഈ ഖബറിന്റെ കാൽഭാഗത്ത് മയ്യത്ത് കട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം, ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് ഇങ്ങനെ മെല്ലെ മയ്യത്തിനെ ഊരിയെടുക്കണം ഖബറിലേക്ക്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ട്? നമ്മുടെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഇങ്ങനെ വെക്കൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. മറ്റു മദ്ഹബുകളിൽ അങ്ങനെ ഉണ്ടാകാം. ഹനഫി മദ്ഹബിലുണ്ട്. ഹനഫി മദ്ഹബിൽ ഈ മയ്യത്ത് ഖബറിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഖിബ്ലയുടെ ഭാഗത്ത് മയ്യത്ത് കട്ടിൽ വെക്കണം സുന്നത്ത് എന്നുണ്ട്. നമ്മുടെ മദ്ഹബ് ഷാഫിഈ മദ്ഹബിൽ അങ്ങനെയല്ല. ഷാഫിഈ മദ്ഹബിൽ ഖബറിന്റെ നേരെ കാൽഭാഗത്ത് മയ്യത്ത് കട്ടിൽ വെക്കണം. എന്നിട്ട് മെല്ലെ അതിനെടുത്ത് മെല്ലെ ഖബറിലേക്ക് ഇറക്കണം. എങ്ങനെ ഇറക്കണം? ചെറിയ കുഞ്ഞിനെ മെല്ലെ കിടത്തി ഇങ്ങനെ ആ ചെറിയ കുഞ്ഞിനെ കുളിപ്പിച്ച് തുണിയൊക്കെ ഇങ്ങനെ ചുറ്റി അവസാനം മെല്ലെടുത്ത് ഇങ്ങനെ ആ പെരടിന്റെ അടുക്കൊക്കെ കൈവച്ച് ഇങ്ങനെ മെല്ലെ കിടത്തുന്നില്ലേ, ആ രൂപത്തിൽ മെല്ലെടുത്ത് ഖബറിൽ കിടത്തണം. അതാ സുന്നത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത്ര വലിയ ആലിമാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശവ്വാലിന്റെ 6 നോമ്പ് അത് കറാഹത്ത് എന്നാണ്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ രണ്ടാമത്തെ ഷാഫി ഇമാം എന്നറിയപ്പെട്ടിരുന്ന, ഇന്നത്തെ സിറിയയിലെ പണ്ടത്തെ ഷാമിലെ നവാബ് എന്ന ഗ്രാമത്തിൽ ജനിച്ചതായ, ഹിജ്റ 631 ജനിക്കുകയും ഹിജ്റ 676 വഫാത്തായ മഹാൻ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവാവി. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുകയാണ്, ഇദാ സബതതി സുന്നത്തു. മുതഅല്ലിമീങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇദാ സബതതി സുന്നത്തു ലാ തുതറകു ലിതർകി ബഅദിൻ നാസ് ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹാ. ഒരു സുന്നത്ത് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സുന്നത്തായ കാര്യം റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് അത് സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ചിലരത് ചെയ്യുന്നില്ലല്ലോ, അഥവാ അധിക പേരും അത് പറഞ്ഞിട്ടില്ലല്ലോ, ലോകത്ത് ഒരാളും അത് ചെയ്തിട്ടില്ലല്ലോ എന്ന കാരണവും ന്യായം പറഞ്ഞുകൊണ്ട് ആ സുന്നത്തിനെ ഒഴിവാക്കാൻ പാടുള്ളതല്ല.